ആ സംസാരത്തിന് പ്രയോജനമില്ല എന്നാണ് അർത്ഥം. ആരുമില്ലാത്ത ഒരു കാട്ടിൽ ഒരു മരം വീണാൽ ഒച്ച ഉണ്ടാകുമോ എന്നൊരു ചോദ്യമുണ്ട്. ആരും ഇല്ലാത്ത ഒരിടത്ത് എത്ര വലിയ ശബ്ദമുണ്ടായാലും അത് ഒച്ചയാകില്ല. അല്ലെങ്കിൽ കേൾക്കുന്നവൻ ഉണ്ടെങ്കിൽ മാത്രമേ ശബ്ദത്തിന് നിലനിൽപ്പുള്ളൂ എന്ന് പറയും. അല്ലെങ്കിൽ വർത്തമാനം പറയാനായിട്ട് ആരുമില്ലാത്ത ഒരു കാലത്ത് നമ്മൾ ആരോട് നമ്മുടെ സംസാരശേഷി നിലച്ചു പോകും എന്ന് പറയാറുണ്ട്. ഈ ഒരു സായാഹ്നം മനോഹരമായിട്ടുള്ള, ഞാൻ കരുതിയത് പ്രത്യേകിച്ച് അവധിക്കാലാണ്. കുട്ടികളും സ്ത്രീകളും അങ്ങനെയാണല്ലോ, ഏറ്റവും അധികം തിരക്കുണ്ടാവുക സ്ത്രീകൾക്കായിരിക്കും, പ്രത്യേകിച്ച് അമ്മമാർക്കായിരിക്കും. വലിയ സന്തോഷം തോന്നുന്ന ഒരു കാര്യം, ഈ സദസ്സിൽ പകുതിയിലധികം പേരും സ്ത്രീകളാണ് എന്നുള്ളതാണ്. ഒരു നാടിൻ്റെ ഒരു സാംസ്കാരിക വികാസത്തിൻ്റെ കൂടി ലക്ഷണമാണ്. മതിലാകാണ്. ആ മതിലിൻ്റെ പുറത്തേക്ക്, അകത്തു നിന്നും പുറത്തേക്ക് നിങ്ങൾ കടന്ന് ഇത്തരമൊരു കൂട്ടായ്മയിൽ, ഒരു ക്ലബിൻ്റെ 44 വർഷമായി എന്ന് പറഞ്ഞു. ക്ലബിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് കുറച്ച് നേരത്തെ ഞാനിവിടെ വന്നിരുന്നു. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ക്ലബിനെ കുറിച്ച് എൻ്റെ സമാധാനമായിട്ട് ഇവിടെ നിൽക്കുന്ന വായനശാലയെക്കുറിച്ച്, ഗംഭീരമായിട്ടുള്ള അതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒക്കെ പറഞ്ഞു. ഒരു മനോഹരമായിട്ടുള്ളൊരു കൂട്ടം എങ്ങനെയാണ് രൂപപ്പെടുത്തേണ്ടത് എന്ന് ഈ ഒരു പരിപാടി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പലതരം കൂട്ടങ്ങളുണ്ട്, പലതരം ജനങ്ങളുണ്ട്. ഇപ്പോൾ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള നിർവചനം എബ്രഹാം ലിങ്കൻ്റെ ആണല്ലോ. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ എന്ന് തുടങ്ങുന്ന ആ നിർവചനം. അതിൽ ഈ ജനം എന്നൊരു പരികല്പനയുണ്ട്. കൂട്ടം, ജനം. ഏത് ജനം, ഏത് കൂട്ടം എന്നൊരു ചോദ്യം, നമ്മളെല്ലാ കൂട്ടങ്ങളും ഒന്നല്ല. എല്ലാ കൂട്ടങ്ങളും ഒന്നല്ല. ഇപ്പം ഈ സദസ്സിനെ തന്നെ സ്ത്രീകളെന്നും പുരുഷന്മാരെന്നും അല്ലെങ്കിൽ വ്യത്യസ്ത ജെൻഡർ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യരെന്നോ കുട്ടികളെന്നോ മുതിർന്നവരെന്നോ അല്ലെങ്കിൽ 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾ, അതിന് താഴെ പ്രായമുള്ള ആളുകൾ, അല്ലെങ്കിൽ വ്യത്യസ്ത ജാതി, അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള കൂട്ടങ്ങളാകാം. നമുക്ക് പലതരം കൂട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. പ്രത്യേകിച്ചും ഇപ്പോഴത്തെ ഒരു അപകടകരമായിട്ടുള്ള കൂട്ടായ്മ ജാതിയുടെ പേരിലുള്ള, ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്, തേക്കിൻകാട് മൈതാനത്തിലൊക്കെ എൻ്റെ അടുത്ത് ഒക്കെയാണ് വീട്. അപ്പോൾ അതിലൂടെ പോകുന്ന സമയത്ത് ഈ മതാധിഷ്ഠിത കൂട്ടായ്മകൾ, ഇപ്പം ഞങ്ങളുടെ നാട്ടിലിപ്പോൾ ഒരു പ്രധാന പരിപാടി എന്ന് പറയുന്നത് അയോധ്യയിലേക്ക് വീട്ടമ്മമാരെ കൊണ്ടുപോവുക എന്നുള്ളതാണ്. അപ്പം അയോധ്യ കാണിക്കാനായിട്ട് നാട്ടിലുള്ള സ്ത്രീകളാണല്ലോ, അങ്ങനെ യാത്രകളൊന്നും അധികം ചെയ്യാത്തത് സ്ത്രീകളാണ് എന്നൊരു കാര്യം അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി സ്ത്രീകൾക്ക് അയോധ്യയിലേക്കുള്ള യാത്ര വളരെ കുറഞ്ഞ ചെലവിൽ തരപ്പെടുത്തി കൊടുക്കുകയാണ്. എല്ലാ വീടുകളിലേക്കും രാമൻ്റെ അല്ലെങ്കിൽ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ചിത്രം എല്ലാവരെയും ഏൽപ്പിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു അല്ലെങ്കിൽ ഒരു കൂട്ടം രൂപപ്പെടുത്തുകയാണ്, അയോധ്യയിലേക്ക് പോകുന്ന ഒരു കൂട്ടം. അപ്പം ചില കൂട്ടങ്ങൾ ഈ പ്രാണപ്രതിഷ്ഠ വേളയിൽ പങ്കെടുക്കാൻ പോകുന്ന കൂട്ടല്ല മണിപ്പൂർ അല്ലെങ്കിൽ പലസ്തീൻ വിഷയങ്ങളിൽ നിലപാടെടുക്കുന്നവരുടെ അല്ലെങ്കിൽ നവോത്ഥാന വിഷയങ്ങളുടെ പേരിലുള്ള കൂട്ടങ്ങൾ ഒന്നല്ല, പലതരം കൂട്ടങ്ങളാണ്. പലസ്തീൻ ഐക്യദാർഢ്യ കൂട്ടായ്മയും അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ വേളയിലേക്ക് സഞ്ചരിക്കുന്നവരുടെ കൂട്ടായ്മയും ഒന്നല്ല. ആ തിരിച്ചറിവ്, നമ്മുടെ മതം നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ചിന്തിക്കുമ്പോഴല്ല. പല മതസാരവും ഏകം എന്നാണ് പറയുന്നത്. മതം അപകടമല്ല, വിശ്വാസം അപകടമല്ല.
വിശ്വാസികളും അപകടകാരികളല്ല. ഒരു മതത്തിലെയും യഥാർത്ഥ വിശ്വാസികൾ അപകടകാരികളല്ല. ഓഷോ പറയുന്നുണ്ട് വിശ്വാസത്തെ കുറിച്ചിട്ടുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സങ്കല്പം. ഞാൻ വായിച്ചതിൽ വെച്ച് എനിക്ക് കൗതുകമായിട്ട് തോന്നിയിട്ടുള്ള അല്ലെങ്കിൽ ഇഷ്ടം തോന്നിയിട്ടുള്ള ഒരു സങ്കല്പം അതാ. ഓഷോ പറയുന്നത് ചെറിയ കുട്ടികൾ ഈ പാവക്കരടീനെ, ടെഡി ബെയർ എന്നൊക്കെ പറയാറില്ലേ, ആ പാവക്കരടീനെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങും രാത്രിയിൽ. അപ്പൊ കുട്ടി വിശ്വസിക്കുന്നത് ഈ എല്ലാ ആപത്തിൽ നിന്നും, എല്ലാ ഭൂതപ്രേത പിശാചുകളിൽ നിന്നും, ഭയത്തിൽ നിന്നും ഒക്കെ എന്നെ രാത്രി ഈ ടെഡി ബെയർ സംരക്ഷിച്ചു കൊള്ളും എന്നാണ് കുട്ടിയുടെ വിശ്വാസം. ചെറിയ കുട്ടികളുടെ അടുത്തുനിന്ന് പോകുന്ന സമയത്ത് അമ്മമാര് ചിലപ്പോൾ ഒരു തലയണ വെച്ചിട്ട് അവരുടെ കൈ അതിൻ്റെ മീതെ വെച്ചിട്ടൊക്കെ പോവാറുണ്ട്, തലയാട്ടുന്നുണ്ട് പലരും. അപ്പൊ ഇത് കുട്ടീനെ പേടിപ്പിക്കാതിരിക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. കുട്ടി ഒരു ഭയത്തിൽ നിന്നും മറികടക്കണം. ഈ ടെഡി ബെയറിലൂടെ ഭയത്തിനെ അതിജീവിക്കുകയാണ്. മുതിർന്ന മനുഷ്യരുടെ പാവക്കരടിയാണ് ദൈവം എന്നാണ് ഓഷോ പറയുന്നത്. അത് അല്ലെങ്കിൽ നമുക്കൊരു സങ്കടം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വലിയ വേദനകൾ, നമുക്ക് ആരോടും പറയാനില്ലാത്ത ചില സങ്കടങ്ങൾ ഉണ്ടായിരിക്കും. ദൈവമേ എന്നൊരു വിളി വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കൊരു ആശ്വാസം കിട്ടും. മനുഷ്യന്മാരോട് പറയാൻ പറ്റില്ല, ഒരു മനുഷ്യരോടും പറയാൻ പറ്റാത്ത ചില സങ്കടങ്ങളും പേറുന്ന ആൾക്കാരൊക്കെ തന്നെയായിരിക്കും നമ്മളൊക്കെ. അങ്ങനെ വിളിക്കാനായിട്ടൊരാള്, അങ്ങനെ കേൾക്കാനായിട്ട് എവിടെയോ നമ്മളെ കേൾക്കാനായിട്ട് ഒരാളിരിക്കുന്നു. നമ്മുടെ എല്ലാ സങ്കടങ്ങളും അയാളോട് പറയാം. ദൈവത്തെ നമ്മളെപ്പോഴും പറയും ബഹുമാനിക്കണം എന്ന് പറയും. ദൈവത്തെ നമ്മൾ നീ എന്നൊക്കെ വിളിക്കും അല്ലേ, നീ എന്നെ കാക്കണേന്നാ പറയാ. ദൈവത്തിന് നമ്മൾ മുതിർന്ന മനുഷ്യന്മാരെ പോലും നീ എന്നൊന്നും വിളിക്കരുത്. ദൈവം അത്രയും നമ്മളോട് ചേർന്ന് നിൽക്കുന്ന അതിമനോഹരമായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് നീ എന്നൊക്കെ. ഇഷ്ടമുള്ള പേരൊക്കെ ചിലപ്പോൾ ദേഷ്യം വന്നു കഴിഞ്ഞാൽ എൻ്റെ അച്ഛമ്മയൊക്കെ ദൈവത്തിനൊക്കെ ചീത്ത പറയണത് കേൾക്കാം. നീ ഇന്ന് നിനക്ക് ഞാൻ വിളക്ക് വെക്കില്ല എന്നൊക്കെ പറയും. ഇതൊക്കെ ചെയ്തിട്ട് ഇതൊക്കെ തന്നെയല്ലേ കിട്ടിയത് എന്നൊക്കെ. അല്ലെങ്കിൽ മക്കൾ നഷ്ടപ്പെട്ട അമ്മമാര്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആളുകൾ ദൈവം ഉണ്ടോ എന്നൊക്കെ. ഇപ്പം ഞാനിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെ അടുത്ത് എനിക്കൊരു സുഹൃത്തുണ്ട്. അപ്പോൾ ഈ മതിലകത്തേക്ക് വരുമ്പോൾ ഞാൻ വിളിച്ചു, ജ്യോതി എന്ന പേര്. ജ്യോതിനെ വിളിച്ചപ്പോൾ ജ്യോതിക്ക് വരാൻ പറ്റില്ല, പുറത്തേക്ക് വരാൻ പറ്റില്ല. കാരണം ഒരു കുഞ്ഞുണ്ട്, ആ കുഞ്ഞ് ഓട്ടിസ്റ്റിക് ആണ്. അപ്പം ആ കുഞ്ഞിനെ സംരക്ഷിക്കണം. എന്നെക്കാളും നന്നായിട്ട് പഠിച്ചിരുന്ന ആളാണ് ജ്യോതി. വളരെ മിടുക്കിയായിട്ട് പഠിച്ചിരുന്ന ആളാണ്. സ്കൂളിൽ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. വിവാഹം കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നു. പക്ഷെ ജീവിതം അവിചാരിതമായിട്ട് ചില വഴിത്തിരിവുകൾ, നമ്മൾ പോലും അറിയാത്ത വഴികളിലേക്ക് ജീവിതം പോയി. കുഞ്ഞ് 16 വയസ്സുള്ള കുട്ടിയാണ്, പെൺകുട്ടിയാണ്, വലിയ പെൺകുട്ടിയാണ്, ആരോഗ്യമുള്ള കുട്ടിയാണ്. അപ്പോൾ അവളെ ചിലപ്പോൾ മാനേജ് ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ട്. അങ്ങനെയാണല്ലോ കുട്ടികൾ. സുഗതകുമാരിയുടെ കൊല്ലേണ്ടത് എങ്ങനെയെന്നുള്ളൊരു കവിതയുണ്ട്. ആ കവിതയിൽ ഒരമ്മ, സുഗതകുമാരി ടീച്ചർ ആ കവിത എഴുതാനുണ്ടായിട്ടുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത് തൻ്റെ മുന്നിൽ കൊലപാതകിയായിട്ട് വന്ന് നിന്ന ഒരമ്മയെ കണ്ട പ്രചോദനം കൊണ്ടാണ്. അഭയ ഉണ്ടായിരുന്ന എൻ്റെ അധ്യക്ഷയായിരുന്ന സമയത്ത് സുഗതകുമാരി ടീച്ചറുടെ മുന്നിലേക്ക് ഒരു കേസ് വരികയാണ്. അതിൽ 30 വയസ്സ് കഴിഞ്ഞ മുതിർന്ന പെൺകുട്ടിയെ കൊലപ്പെടുത്തിയിട്ടുള്ള അമ്മയാണ് അതിലെ പ്രതി. അമ്മ ആത്മഹത്യക്ക് ശ്രമിച്ചു, പക്ഷെ അമ്മ പരാജയപ്പെട്ടു, മകൾ മരിച്ചു. അപ്പം അമ്മ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. ആ അമ്മ സുഗതകുമാരി ടീച്ചറോട് പങ്കുവെച്ച ചില കാര്യങ്ങളാണ് ആ കവിതയ്ക്ക് പിന്നിലുള്ളത്. ആ കവിത തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ആകാതെയായി കഠിനം പണിയൊന്നും അമ്മ പോകാറുമായി, മകളെ തുണയാരു നാളെ
ആകാതെയായി കഠിനം പണിയൊന്നും അമ്മ പോകാറുമായി. മകളെ തുണയാരു നാളെ. നമ്മളൊക്കെ വിചാരിക്കുന്നത് നമ്മളെ പ്രായമാവുന്ന സമയത്ത് മക്കള് നോക്കും എന്നൊക്കെയാണ്. അങ്ങനെയൊക്കെയാണല്ലോ മാതാപിതാക്കളുടെ ആഗ്രഹങ്ങളുടെ ഒരു ഫലവൃക്ഷങ്ങളാണ് പലപ്പോഴും മക്കള്. നമ്മളെ കൂടെ ഉണ്ടാവും, നമ്മളെ നോക്കും, സംരക്ഷിക്കുന്നൊക്കെ വിശ്വസിച്ചിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്, പല മാതാപിതാക്കളും ഇരിക്കുന്നത്. ഇതിലൊരമ്മ മരിക്കാൻ പോകുന്ന സമയത്ത് പണിയെടുക്കാൻ വയ്യ, ആകാതെയായി കഠിനം പണിയൊന്നും. ആ ദയനീയമായിട്ടൊരു വാചകമാണ് അടുത്തത്. അമ്മ പോകാറുമായി മകളെ തുണയാര് നാളെ എന്നാണ്. മരിക്കുമ്പോൾ പോലും സ്വസ്ഥതയില്ലാതെ കടന്നു പോകേണ്ടി വരുന്ന കുഞ്ഞുങ്ങൾ. ആ കവിതയിലൊരു ചോദ്യമുണ്ട്. കൊല്ലേണ്ടതെങ്ങനെ ചിരിച്ച മുഖത്തു നോക്കി, അല്ലിൽ തനിച്ചിവിടെയമ്മ തപിച്ചിരിപ്പൂ. ആരോട്ടും ആരു കഴുകിച്ചു തുടച്ചുറക്കും, ആരീ അഴുക്കുകൾ എടുത്തിടും, എന്നാരോ മലിന്നിരുളിലാരു കരം പിടിക്കും, എന്നാരോ മലിന്നിരുളിലാരു കരം പിടിക്കും. രാവും നിലാവും പൂവും ചമച്ച കരം എന്തിനു തീർത്തു നമ്മെ. എന്തിനാണ് പൂവും നിലാവും ലോകത്തുള്ള സകല വിസ്മയങ്ങളും മഴവില്ലും അഴകും ഒക്കെ ചമച്ച ആ ദൈവം എന്തിനാണ് നമ്മളെപ്പോലുള്ളവരെ തീർത്തത് എന്ന് ചോദിക്കുന്നൊരമ്മ. ആ അമ്മയാണ് സൂതകുമാരിയുടെ മുന്നിൽ നിന്ന അമ്മ, മകളെ കൊലപ്പെടുത്തിയിട്ടുള്ള അമ്മ. കടന്നു വരുന്ന ജോലിക്ക് പോയി അന്നന്നത്തെ വക കണ്ടെത്തി കടന്നു വരുന്ന സമയത്ത് മകളുടെ ശരീരത്തിലെ മുറിപ്പാടുകൾ കാണേണ്ടി വരുന്ന ഒരമ്മ, പെൺകുട്ടിയാണ്. അത്രയുള്ള ഞാൻ പോയി കഴിഞ്ഞാൽ എന്താണ് എങ്ങനെയാണ് എന്ന് ചിന്തിച്ച് മകളെ കൊലപ്പെടുത്തി ആത്മഹത്യക്ക് ഒരുങ്ങിയിട്ടുള്ള ഒരമ്മയാണ് ആ കവിതയിലെ കഥാപാത്രം. അതുപോലെ പല അമ്മമാരും വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കാത്ത, പലപ്പോഴും ഇത്തരം കുട്ടികളുടെ ഒരു ചുമതല അമ്മ എന്ന ഒറ്റ വ്യക്തിയിലേക്ക് ചുരുങ്ങാറുണ്ട്. കേരളത്തിലൊരു കുടുംബ സാഹചര്യം പലപ്പോഴും ഈ രോഗീ പരിചരണം, മുതിർന്നവരുടെ പരിചരണം, അല്ലെങ്കിൽ ശിശു പരിപാലനം, ഇതൊക്കെ പരിപാലനം ഇതൊക്കെ സ്ത്രീയിലേക്ക് ചുരുങ്ങാറുണ്ട്. ഇപ്പോൾ പോലും എനിക്ക് മുന്നിൽ ഇവിടെ ധാരാളം സ്ത്രീകൾ വന്നിരിക്കുന്നുണ്ട്. പക്ഷെ അവർ രാത്രിയിലത്തെ ഭക്ഷണം കൂടി ഒരുക്കി വെച്ചിട്ടായിരിക്കും പലരും ഇവിടെ വന്നിട്ട് ഇരിക്കുന്നുണ്ടാവുക. സ്ത്രീകൾക്ക് ഒരു അരമണിക്കൂർ പോലും ഇല്ല സ്വന്തം എന്ന് പറയാനായി എന്ന് പറഞ്ഞത് മലയാളിയല്ല, ഫ്ലോറൻസ് നൈറ്റിംഗേലാണ്. അപ്പോൾ അവിടെയും വലിയ വ്യത്യാസമൊന്നുമില്ല, അവിടെയും സംഗതിയൊക്കെ ഒരേപോലെ തന്നെയാണ്. ലളിതാംബിക അന്തർജനം തൻ്റെ ആത്മകഥയുടെ ആമുഖത്തിൽ തുടങ്ങുന്നത് എങ്ങനെയാണ്? അരി കഴുകുമ്പോഴും കൂട്ടാൻ ഇളക്കുമ്പോഴും എനിക്ക് ഒരേ ചിന്ത, എഴുതണമെന്ന്. ഒടുവിൽ അടുക്കളയിൽ ഉപ്പിൻ്റെയും മുളകിൻ്റെയും കൂട്ടത്തിലൊരു കടലാസും പെൻസിലും കൂടി സ്ഥാനം പിടിച്ചു എന്നാണ് പറയുന്നത്. ഇതൊരു പാട്രിയാർക്കൽ സമൂഹത്തോടുള്ള, അല്ലെങ്കിൽ ഒരു ആണധികാര വ്യവസ്ഥയോടുള്ള അവരോടുള്ളൊരു കീഴ്പ്പെടൽ കൂടിയാണ്, അല്ലെങ്കിൽ അവരെ ഒന്ന് സംതൃപ്തിപ്പെടുത്താൻ കൂടി തന്നെയാണ് ലളിതാംബിക അന്തർജനം അങ്ങനെ എഴുതിയത് എന്നാണ് ഞാൻ കരുതുന്നത്. കെ സരസ്വതി അമ്മ അതുകൊണ്ട് തന്നെയാണ് ലളിതാംബിക അന്തർജനത്തിന് കുറെ കൂടി സ്വീകാര്യത അന്നത്തെ കാലത്ത് വിമർശകർക്കിടയിൽ ലഭിച്ചിട്ടുണ്ട്. അന്തർജനത്തിന് അധികം പേരൊന്നും കുറ്റം പറയില്ല. പക്ഷേ കേരള സാഹിത്യ അക്കാദമി അവാർഡും വയലാർ അവാർഡും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ഒക്കെ ലഭിച്ചിട്ടുള്ള, ആദ്യത്തെ വയലാർ അവാർഡ് ലഭിച്ചിട്ടുള്ളത്, നോവലിനുള്ള അവാർഡ് ലഭിച്ചിട്ടുള്ളത് അന്തർജനത്തിനാണ്. ഒറ്റ നോവല് എഴുതാൻ സാധിച്ചുള്ളൂ. തൊട്ടിൽ ചരട് ഒരു കൈകൊണ്ട് പിടിച്ചാട്ടിക്കൊണ്ട് മണ്ണെണ്ണ വിളക്കിൻ്റെ തിരി താഴ്ത്തി വെച്ചുകൊണ്ട്, പരമാവധി താഴ്ത്തി വെച്ചുകൊണ്ട് ആണ് ഞാൻ പുസ്തകം എഴുതാറുള്ളത് എന്ന് അവർ ആത്മകഥയിൽ എഴുതേണ്ടി വരുന്നുണ്ട്. ഇതൊരു സ്ത്രീക്ക് ഈ വേഡ്സ്വർത്തിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു കാവ്യ നിർവചനമുണ്ട്. പോയിട്രി ഈസ് ദി സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് പവർഫുൾ ഇമോഷൻസ് എന്നാണ് പറയുന്നത്. കവിത വികാരത്തിൻ്റെ പെട്ടെന്നുള്ള കരകവിഞ്ഞൊഴുകലാണ് കവിത എന്നാണ് പറയുന്നത്. കവിത മാത്രമല്ല, കഥയായാലും സാഹിത്യം എന്ന് പറയുന്നത് നമുക്ക് എഴുതാൻ തോന്നുന്ന ആ നിമിഷത്തിൽ എഴുതുന്ന സമയത്താണ് ഏറ്റവും മനോഹരമാവുക, ഏറ്റവും ഗംഭീരമാവുക. ഓർത്തു വെച്ച് എഴുതേണ്ടതല്ല എന്ന് പറയുന്നത്. പിന്നെ എഡിറ്റിംഗ് ഒക്കെ നടക്കാം, പക്ഷെ എഴുതാൻ തോന്നുന്ന സമയത്ത് എഴുതണം എന്ന് പറയാം.
അപ്പോൾ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ വരുന്ന സമയത്ത് എഴുതുന്ന ഒരു സ്ത്രീ